ഇറാനിൽ നിന്ന് എണ്ണയോ അനുബന്ധ ഉൽപ്പന്നങ്ങളോ ഒരൊറ്റ രാജ്യവും പ്രസ്ഥാനവും വ്യക്തിയും വാങ്ങിപ്പോകരുത്, ഒരൊറ്റ കപ്പലിലും ആ സാധനങ്ങൾ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നൊക്കെ അമേരിക്ക പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഉപരോധം കൊണ്ടുപോകുന്നതിനിടയിൽ അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കി. അതിന്നിപ്പോൾ അമേരിക്കയുടെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പരസ്യമായി പറയുകയും ചെയ്തു. കുറച്ചാളുകൾ, അവർ പറയുന്ന പേര് ഷാഡോ ഫ്ലീറ്റ് എന്നാണ്, ഒരു നിഴൽ സഞ്ചാര പഥം രൂപീകരിച്ചുകൊണ്ട് ഈ ഷാഡോ ഫ്ലീറ്റ് കുറച്ച് വ്യക്തികളും കുറച്ച് കപ്പലുകളും കുറച്ച് കമ്പനികളും ഒക്കെ ചേർന്ന് ഇറാനിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഊറ്റി വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന പരിപാടി തുടരുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഡസൻ കണക്കിന് വ്യക്തികളെയും കമ്പനികളെയും കപ്പലുകളെയും വീണ്ടും ഉപരോധത്തിലാക്കിക്കൊണ്ടിതാ അമേരിക്ക അതിശക്തമായ പുതിയ ഉപരോധം ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനൊരു വൈരുദ്ധ്യമുണ്ട്. നാളെ ജനീവയിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അടുത്ത ഘട്ട സമാധാന ചർച്ച നടക്കാനിരിക്കവെയാണ് അമേരിക്ക ഇന്ന് അതിശക്തമായ ഉപരോധം ഇങ്ങനെ ഇറാനു മേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. നാളെ എല്ലാവരും നല്ല മനസ്സോടുകൂടി ഒന്നിച്ചിരുന്ന് ജനീവയിൽ ചർച്ച ചെയ്യാനിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുക? നേരത്തെ ഒമാനിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ട് അതേ ടീം അംഗങ്ങൾ തന്നെയാണ് 2 റൂമുകളിലായിട്ടിരിക്കുകയും ഒമാൻ്റെ പ്രതിനിധി 2 പേരെയും പോയി കണ്ട് സംസാരിച്ചിട്ട് ചില തീരുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയുടെ അടുത്ത ഘട്ടം നടക്കാനിരിക്കവേ പ്രകോപനപരമെന്ന് തോന്നാവുന്ന വിധത്തിൽ അതിശക്തമായ പുതിയ ഉപരോധം ഇന്ന് ഇറാനുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു അമേരിക്ക. പക്ഷേ ഇറാൻ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി വൈരുദ്ധ്യം നമുക്ക് തോന്നും. ഇറാൻ്റെ പ്രസിഡൻസി എന്ന് പറയുന്നത് വളരെ ശുഭകരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ്. ഒരു യുദ്ധവും നടക്കില്ല എന്ന രൂപത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി ഇറാൻ ഭരണ നേതൃത്വം ശക്തമായ പദങ്ങളോടെ മുന്നോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ ഇന്ന് ഈ ബുധനാഴ്ച രാത്രി കാണുന്നത്. ഈ ധൈര്യം ഇറാന് എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ് ആഗോള നിരീക്ഷകർ ഇപ്പോൾ അത്ഭുതത്തോടു കൂടി അന്വേഷിക്കുന്നത്. ഉപരോധം വരുന്നു, നാളെ യോഗം നടക്കുന്നു, മാക്സിമം പ്രഷർ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യുമെന്ന് അമേരിക്ക പറയുന്നു. അതിനിടയിൽ നിന്നുകൊണ്ട് ഇറാൻ പറയുന്നു ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ല, യുദ്ധമൊന്നും വരില്ല, ശുഭകരമായ അന്ത്യം ഉണ്ടായി വരും. അതേസമയം ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പ്രക്രിയയിൽ ലോകം അനുവദിക്കുന്ന മാറ്റങ്ങൾ മാത്രമല്ലാതെ കണ്ട് തങ്ങൾ ആ പരിപാടി ഉപേക്ഷിക്കില്ല എന്ന കാര്യം കൂടി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ എന്തുകൊണ്ട് എന്ത് ധൈര്യത്തിൽ ഇറാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. ഏതായാലും നാളത്തെ ജനീവ ചർച്ചയ്ക്ക് വേണ്ടി ലോകം കാതോർക്കുന്നു. കൂട്ടത്തിൽ പല രാജ്യങ്ങളും പറയുന്നു ആളുകൾ ഇറാനിലേക്കോ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കോ അധികമായിട്ടൊന്നും യാത്ര ചെയ്യരുത്, ശ്രദ്ധിക്കണം, സാഹചര്യം അങ്ങനെയാണ് എന്നുള്ള ഉപദേശം കൊടുത്ത ആളുകളെയൊക്കെ പിൻവലിക്കുന്ന ദൃശ്യങ്ങളും കണ്ടുവരികയാണ്. ടിക്കറ്റ് എടുക്കുന്നവർക്കെല്ലാം ഗ്യാരൻറ്റീഡ് സീറ്റ്, 1 മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത, ഒരു ട്രെയിനിൽ 400 പേർക്ക് സഞ്ചരിക്കാം, ഓരോ സീറ്റിലും പവർ കണക്ഷൻ, വൈഫൈ എല്ലാവർക്കും ഫ്രീ ആയിട്ട്, കുടുംബങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം, നല്ല കാഴ്ചകൾ, നല്ല അന്തരീക്ഷം, നല്ല ആംബിയൻസ്, നല്ല ഇൻറ്റീരിയർ. ഇതൊക്കെയാണ് ഇക്കൊല്ലം 2026 കുടുംബ വർഷത്തിൽ UAEയിൽ പ്രാവർത്തികമാകാൻ പോകുന്ന എത്തിഹാദ് റെയിലിൻ്റെ പുതിയ വിവരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പ് വന്നിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലെത്താൻ 57 മിനിറ്റ്. അങ്ങനെ ഒരു സഞ്ചാരപഥമൊരുക്കുന്ന എത്തിഹാദ് റെയിൽ അതൊന്ന് സാർത്ഥകമാകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇനിയിപ്പോൾ സഞ്ചാരത്തിൻ്റെ പുതിയ മുഖം UAEയിൽ ഉണ്ടായി വരികയാണ്. അത് സമ്പൂർണ്ണമാകുമ്പോൾ 2030 മില്യൺ കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന യാത്രാ രീതിയായി എത്തിഹാദ് റെയിൽ മാറുകയും ആളുകളുടെ യാത്രാ സങ്കല്പത്തിൽ വലിയ മാറ്റങ്ങൾ വരികയും മുഷിപ്പോട് കൂടിയ കാർ യാത്രകൾ അവസാനിപ്പിച്ചിട്ട് ട്രെയിനിലേക്ക് മാറുന്ന സാഹചര്യം വരികയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും UAEയിലെ 11 സിറ്റികളെ കണക്ട് ചെയ്യുന്ന ഈ മഹാത്ഭുതം അങ്ങ് അബുദാബിയുടെ തെക്ക് അൽ-സില മുതൽ കിഴക്ക് ഫുജൈറ വരെ നീണ്ടുപോകുന്ന 11 സ്റ്റേഷനുകളിലായി എത്തിഹാദ് റെയിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.